എനിക്ക് മീൻ കച്ചവടക്കാരനാകാനേ പറ്റുള്ളൂ. എനിക്ക് സ്വർണ്ണ കച്ചവടക്കാരനാകാനേ പറ്റിയില്ല. ഒരു സ്വർണ്ണ കച്ചവടക്കാരൻ വിജയിച്ചു നാളെ ഞാൻ സ്വർണ്ണ കച്ചവടം ചെയ്യാൻ പോയ ഒരുപക്ഷെ എനിക്ക് ഇവിടെ എങ്ങും എത്താൻ പറ്റിയില്ല. ആ സ്വർണ്ണ കച്ചവടക്കാരൻ നാളെ മീൻ കച്ചവടം മാത്യു ചെയ്തു മാത്യുവിന്റെ മീൻ കച്ചവടം ചെയ്യാൻ വന്നാൽ അദ്ദേഹത്തിനും വിജയിക്കാൻ പറ്റില്ല. അപ്പൊ ഓരോരുത്തർക്കും അവരവരുടേതായ ഒരു ശൈലിയും അവരുടേതായ ഒരു കഴിവും അവരവരുടേതായ ഒരു പാഷനും ഒക്കെ ഉണ്ടാവും. അപ്പൊ എന്നിൽ ഞാൻ എന്ത് ചെയ്യണമെന്ന് ഞാൻ തന്നെയാണ് എന്നിൽ അടങ്ങിയിരിക്കുന്ന കഴിവിനെ കണ്ടെത്തേണ്ടത്. എനിക്ക് ചിലതൊക്കെ ചെയ്യാൻ പറ്റും, ചിലതൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ എനിക്ക് ചെയ്യാൻ പറ്റുന്ന എന്ത് എന്ന് തിരിച്ചറിയുക എന്നാണ് എന്റെ ഏറ്റവും വലിയ കർത്തവ്യം. എനിക്ക് തോന്നുന്നു എന്റെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ വെച്ച് ഞാനത് തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്നാണ് തന്നെയാണ് എന്റെ വിശ്വാസം. ഏത് ഘട്ടത്തിലായിരുന്നു തിരിച്ചറിഞ്ഞ ഒരു സ്റ്റേജ്? മീൻ കച്ചവടം എന്ന് പറയുന്നതാണ് എന്റെ ബിസിനസ് എന്ന് ഞാൻ കൊച്ചിലെ തിരിച്ചറിഞ്ഞ. ഞാനൊരു കൈതപ്പുഴക്കാരന്റെ തീരത്ത് ജനിച്ചു വളർന്ന ആളാണ്. അപ്പൊ മീൻ കച്ചവടമാണെന്നും മീനിന്റെ കാര്യങ്ങൾ ചെയ്യുമ്പോഴും മീനിന്റെ കാര്യങ്ങൾ കാണുമ്പോഴും മീനിനെ കാണാൻ പോകുമ്പോഴും കടല് കാണുമ്പോഴൊക്കെയാണ് എനിക്ക് ഒരിക്കലും മടുപ്പുണ്ടാകാത്തതാണ്.